ഹലോ മക്കളെ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്സ് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? ചങ്ങായി വ്ളോഗ് ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ ആക്ടിവിറ്റീസും ഒക്കെ ഈ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ ചാനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ടിവിറ്റി നമ്പർ 1 ഷേപ്സ് ആണ്. ഷേപ്സിൻ്റെ ആക്ടിവിറ്റി എപ്പോഴും നല്ല ഈസി ആയിരിക്കും. ഒന്നുകിൽ ഷേപ്സ് എണ്ണിയിട്ട് എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്സിന് കളർ ചെയ്യുക, ഒരേ കളറ്, അങ്ങനെയൊക്കെ ആയിരിക്കും. ട്രയാങ്കിൾ എല്ലാത്തിനും ഒരേ നിറം കൊടുക്കുക, സർക്കിൾസിന് എല്ലാത്തിനും ഒരേ നിറം കൊടുക്കുക, അല്ലെങ്കിൽ റെക്ടാങ്കിൾസിന് ഒരേ നിറം കൊടുക്കുക. ഇതുപോലെയുള്ള 3 ഷേപ്സാണ് 2ാം ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ആക്ടിവിറ്റി നമ്പർ 1 ഷേപ്സ്. റയാൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മെയ്ഡ് സം ഷേപ്സ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. Give some color, give same color. Activity number 1 shapes. Ryan and his friends made some shapes for the Independence Day celebration. Give same color to similar shapes. Write the total number of each shape. ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ്. അപ്പോൾ ഇതിൽ ഏതെല്ലാം ഷേപ്സ് ആണുള്ളത്? ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ. അപ്പോൾ നമ്മൾ സർക്കിളിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരേ നിറം കൊടുക്കണം. അതേപോലെ ട്രയാങ്കിളിനും ഒരേ നിറം കൊടുക്കുക. അങ്ങനെ റെക്ടാങ്കിളിനും കൊടുത്തതിന് ശേഷം എണ്ണിയിട്ട് എഴുതണം. എത്ര ഷേപ്സ് ഉണ്ട് എന്ന് എണ്ണിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമുക്കിവിടെ എണ്ണി നോക്കാം. ട്രയാങ്കിൾ 1 2 3 ആണ്. അപ്പോൾ ട്രയാങ്കിൾ 3 എന്ന് എഴുതുക. പിന്നെ റെക്ടാങ്കിൾ 1 2 3 4 5 6 7. ആ അടിയിലുള്ള റെക്ടാങ്കിളും കൂടെ കൂട്ടണം കേട്ടോ, 7. ആൻഡ് സർക്കിൾസ് ആണ് ഇവിടെ കൂടുതൽ. അവിടെ ഒന്നാമത്തേൽ 4 4 3 7 7 3 10 10 2 12. പിന്നെ വലിയൊരു സർക്കിളുണ്ട്. അപ്പോൾ 13 സർക്കിൾസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡ്രോ എ പിക്ചർ ഇൻക്ലൂഡിങ് ദീസ് 3 ഷേപ്സ്. ഈ 3 ഷേപ്സും കൂടിയുള്ള ഒരു ചിത്രം വരയ്ക്കുക. ഒരു പിക്ചർ നോക്കുക. ഇതിൽ 3 ഷേപ്സും ഉണ്ട്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്സ് വരയ്ക്കാം കേട്ടോ. വേറെ ഏതെങ്കിലും പിക്ചർ. ഷേപ്സ് മാറ്റരുത്, പിക്ചർ. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 2 ചെസ് നമ്പർ. വേരിയസ് കോമ്പറ്റീഷൻസ് വേർ കണ്ടക്റ്റഡ് ഇൻ സ്കൂൾ ആസ് പാർട്ട് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. എല്ലാം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ഒരു കണക്റ്റാണ്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻസ് ഉണ്ട്, അതിന് ചെസ് നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, ദ ചെസ് നമ്പേഴ്സ് ഓഫ് 2nd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കോമ്പറ്റീഷൻസ് ആർ ഗിവൺ ബിലോ. 2ാം ക്ലാസ്സിൽ നിന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ചെസ് നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 22 46 32 41 12 50. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് ദ ഗിവൺ നമ്പേഴ്സ് ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഇവിടെ സ്മോളസ്റ്റ് മുതൽക്ക് ലാർജസ്റ്റ് വരെ ഓർഡറിൽ എഴുതണം. അപ്പോൾ 12 22 32 41 46 50. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അതിൽ തന്നെയുള്ള കണക്കാണ്. മിഹാൽ ഗോട്ട് 50 ചോക്ലേറ്റ്സ് ആസ് പ്രൈസ്. നിഹാലിന് സമ്മാനം അടിച്ചു. അവന് കിട്ടിയത് 50 ചോക്ലേറ്റ്സ് ആണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അപ്പോൾ ഈ 50 എന്നതിന് നമുക്ക് പല തരത്തിൽ എഴുതണം.
അപ്പോൾ ഏതൊക്കെ തരത്തിൽ എഴുതാം? 5 tens, പിന്നെ 60 minus 10, പിന്നെ between 49 and 51, പിന്നെ 50 ones. മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. ഹൂ ഈസ് നെക്സ്റ്റ്? പാറ്റേൺ ആണ് അല്ലേ? ഈ പാറ്റേണിൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് പാറ്റേൺ പിക്ചറാണ്. പിക്ചർ പാറ്റേണിൽ റെക്റ്റാങ്കിളും സർക്കിളും ട്രയാങ്കിളും വെച്ചിട്ടുണ്ട് അല്ലേ? അടുത്തതിൽ വെച്ച് നോക്കൂ. ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ തിരിഞ്ഞു അല്ലേ? ഇനി അതിൻ്റെ അടുത്തതിൽ നോക്കുമ്പോൾ വീണ്ടും തിരിഞ്ഞു വന്നു. ട്രയാങ്കിൾ മേലെ എത്തിയിരുന്നു. ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ. ഇനി നമുക്ക് വെക്കുമ്പോൾ എങ്ങനെ വെക്കണം? റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ ഇതുപോലെ വെക്കണം. നെക്സ്റ്റ് നോക്കാം. ഇതിലും സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. അടുത്തതിൽ നോക്കൂ. 2 സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. അടുത്തതിൽ 3 സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. അപ്പോൾ അടുത്തതിൽ എന്തായിരിക്കും? 4 സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. ഇവിടെ റെക്റ്റാങ്കിൾ കാണുന്നില്ല അല്ലേ? ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കുക. നമ്പർ പാറ്റേൺ ആണ്. പിക്ചർ പാറ്റേൺ ആയിരുന്നു 2 എണ്ണം. ഇനി നമ്പർ പാറ്റേൺ ആണ്. 10, 20, 30. അത് കഴിഞ്ഞാൽ ഒരു നമ്പർ എഴുതാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട് അല്ലേ? ആ സ്പേസിൽ നമ്മൾ 40 എഴുതണം അല്ലേ? 10, 10, 10, 10 ഇൻക്രീസ് ചെയ്ത് വന്ന പാറ്റേൺ ആണ്. നെക്സ്റ്റ് നോക്കാം. 37, 38, 39. അത് 1 മാത്രമാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 39 കഴിഞ്ഞാൽ അവിടെയും 40 എഴുതണം. അത് ബാക്കി എഴുതിക്കോളൂ. റൈറ്റ് എ നമ്പർ പാറ്റേൺ. 25, 30, 35, 40, 45. കണ്ടോ? നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കുക 25ഉം 30ഉം 35ഉം തന്നു. ഇനി നമ്മൾ 40ഉം 45ഉം അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വന്തം പാറ്റേൺ ആണ് ഇത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ലെറ്റ് us കൗണ്ട് ആൻഡ് റൈറ്റ്. കൗണ്ട് ചെയ്യുക, എഴുതുക. എന്താ നോക്കാം. ദ സ്കൂൾ അറേഞ്ച്ഡ് ജ്യൂസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ജ്യൂസ് ഉണ്ട്. ഫോർ ദാറ്റ് ചിൽഡ്രൻ അറേഞ്ച്ഡ് ദ പേപ്പർ സ്ട്രോസ് ആസ് ബണ്ടിൽസ്. പേപ്പർ സ്ട്രോസ് ആണ് ഇവിടെ ബണ്ടിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് അറേഞ്ച്ഡ് ബൈ ഈച്ച് സ്റ്റുഡൻറ്റ് ആൻഡ് ഡ്രോ. ചിലതിൽ നമുക്കിവിടെ ഡ്രോ വരയ്ക്കാനുള്ളതുമുണ്ട്, ചിലതിൽ എണ്ണി എഴുതാനുള്ളതും ഉണ്ട്. അപ്പോൾ റയാൻ ചെയ്തിരിക്കുന്നത് എത്ര ടെൻസും എത്ര വൺസും ആണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 3 10ൻ്റെ പാക്കറ്റ് കണ്ടോ? അപ്പോൾ 30 ഇനി 30 ആയില്ലേ? വൺസിൽ 2, 30ഉം 2ഉം 32. നെക്സ്റ്റ് നോക്കുക. മിഹാൽ ഇവിടെ 4 10s ഉണ്ട്. 4 10s. അപ്പോൾ 40. പിന്നെ ഒന്നൊന്നായിട്ട് സിംഗിൾ എത്ര എണ്ണമാണ്? അതും 4 ആണ്. അപ്പോൾ 40ഉം 4ഉം 44. നെക്സ്റ്റ് നോക്കുക. റിൻസിയുടെ നമ്പർ തന്നിട്ടുണ്ട് 16. അപ്പോൾ ഇവിടെ ഉള്ളത് 10സിൽ ഒരു 10 ആണുള്ളത്. അതായത് ഒരു 10 ഉണ്ട്. ബാക്കി 6 കൂടി നമ്മളിവിടെ വരച്ച് ചേർക്കണം. ഡ്രോ 6 സ്ട്രോസ്. അപ്പോൾ ഇവിടെ 6 വരച്ച് ചേർത്ത് കണ്ടില്ലേ? നെക്സ്റ്റ് ജാൻവി എന്താണെന്ന് ഇവിടെ തന്നിട്ടില്ല. പക്ഷെ 20 ആണ് ജാൻവി അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ട്രോസിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് 2 10 ആണ് ഇവിടെ വെക്കേണ്ടത്. 2 10s. അപ്പോൾ 10സിൻ്റെ ഇത് നമ്മളിങ്ങനെ ചെറിയ വരയായിട്ട് ആദ്യം ഒരു 10ഉം പിന്നെ ഒരു 10ഉം വരയ്ക്കണം. അങ്ങനെ 2 10s 20. ഇനി ദയാണ് ഏറ്റവും കൂടുതൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 67. അതിൽ നമുക്ക് 10s ഇവിടെ തന്നിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. 6 10s ഉണ്ട്. 6 10s എത്രയാണ്? 60 ആയി. ഇനി നമ്മൾ 1s ആണ് വരയ്ക്കേണ്ടത്. അതായത് 7.
അപ്പോൾ 7 സ്ട്രോസ് ഇവിടെ വരച്ചു കൊടുക്കുക. ഈസി അല്ലേ? ഓക്കെ. ആക്ടിവിറ്റി നമ്പർ 5. ലെറ്റ്സ് ഫൈൻഡ് ദ പ്രൈസ്. വില എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ലുക്ക് അറ്റ് the price of the items bought to clean the school. ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്കൂളും സറൗണ്ടിങ്സും ഒക്കെ ക്ലീൻ ചെയ്യാണ്. സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതിനു വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. പ്രൈസ് ലിസ്റ്റ് നോക്കാം. ഐറ്റം പ്രൈസ്: ലോഷൻ 30 റുപ്പീസ്, സോപ്പ് 20 റുപ്പീസ്, ബ്രൂം എന്ന് പറഞ്ഞ ചൂല് കേട്ടോ 15 റുപ്പീസ്, മോപ്പ് 50 റുപ്പീസ്. ബാക്കി സാധനങ്ങൾക്കൊക്കെ നമ്മളും ഈ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലോഷൻ, സോപ്പ്, മോപ്പ് അല്ലേ. ബ്രൂമിന് നമ്മൾ ബ്രൂം എന്ന് അങ്ങനെ സാധാരണ യൂസ് ചെയ്യാറില്ല. അപ്പം അതാണ് ചൂല്. വിച്ച് ഈസ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്? ലിസ്റ്റിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം ഏതാണ്? ഏറ്റവും വില കുറഞ്ഞത് ഇപ്പോൾ ഏതാണ്? ബ്രൂം. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ ബ്രൂം എന്ന് എഴുതി കൊടുക്കണം. ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ഓഫ് മോപ്പ് ദാൻ ലോഷൻ? മോപ്പിന് ലോഷനേക്കാൾ എത്ര കൂടുതലുണ്ട് വില? ലോഷൻ്റെ വില നോക്കൂ, 30 റുപ്പീസ്. മോപ്പിന് 50 റുപ്പീസ്. അപ്പോൾ എത്ര കൂടുതലുണ്ട്? 50 മൈനസ് 30 ഈക്വൽസ് 20 റുപ്പീസ് കൂടുതലാണ്. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ലോഷൻ ആൻഡ് ബ്രൂം? ലോഷനും ബ്രൂമിനും കൂടിയിട്ട് എത്രയാണ്? ലോഷന് 30 പ്ലസ് ബ്രൂമിന് 15 ഈക്വൽസ് 45 റുപ്പീസ്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് 2 സോപ്സ്. 2 സോപ്പിൻ്റെ വില എത്രയാണ്? ഒരു സോപ്പിന് എത്രയാണ് വില? സോപ്പ് 20 റുപ്പീസ്. അപ്പോൾ 20 പ്ലസ് 20 ഈക്വൽസ് 40 റുപ്പീസാണ് 2 സോപ്പിൻ്റെ വില. പ്രൈസ് ഓഫ് 2 സോപ്സ് 40 റുപ്പീസ്. 2 സോപ്സ് were bought and 50 rupees was given. How much rupees will be the balance? 2 സോപ്സ് വാങ്ങിച്ച് 50 രൂപ കൊടുത്തു. ബാക്കി എത്ര കിട്ടും? അപ്പോൾ 2 സോപ്സിൻ്റെ പ്രൈസ് 40. 50 മൈനസ് 40 ഈക്വൽസ് 10 റുപ്പീസ്. ഇതുപോലെയുള്ള 5 ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് മാത്സിൽ ഫസ്റ്റ് ടേമിന് വരിക. ഇതിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടെങ്കിലും ഈ മോഡലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായി എക്സാം എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.